തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വട്ടിയൂർക്കാവോ തൃശൂരോ വേണമെന്ന് സുരേന്ദ്രൻ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. ആർ ശ്രീലേഖയെ ലക്ഷ്യമിട്ട് കൂടിയാണ് കെ സുരേന്ദ്രന്റെ നീക്കം. സുരേന്ദ്രൻ ഉറച്ചു നിന്നാൽ വട്ടിയൂർക്കാവിലേക്ക് പരിഗണിച്ചിരുന്ന ശ്രീലേഖയെ തിരുവനന്തപുരത്തേക്ക് മാറ്റേണ്ടി വരും. ഇനി പാലക്കാട്ടേക്ക് വന്നാൽ പാലക്കാട് പ്രശാന്ത് ശിവന് ആ സീറ്റ് നൽകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. എസ് വിജയൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജയൻ, അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ ആ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബിജെപിയുടെ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകൾ മാറ്റേണ്ടി വരും. ആർ ശ്രീലേഖയെ തിരുവനന്തപുരത്തേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു നീക്കം, അങ്ങനെ ഒരു ചർച്ചകൾ വളരെ സജീവമായി ബിജെപിക്ക് അകത്ത് നടക്കുന്നുണ്ടോ? ജിൽസി സൈഫുദ്ദീൻ അതായത് മേയർ തെരഞ്ഞെടുപ്പിൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടതാണ്. അതിൽ ആർ ശ്രീലേഖയെ മേയറാക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു, എന്നുള്ള നിലപാടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പുലർത്തിയിരുന്നത്. പക്ഷേ അവസാന നിമിഷം ബിജെപിയുടെ പ്രബല വിഭാഗമായിട്ടുള്ള വി മുരളീധരൻ പക്ഷം കേന്ദ്ര നേതൃത്വത്തിൽ ഇടപെട്ടാണ് അതിൽ ഒരു മാറ്റമുണ്ടാവുകയും വി രാജേഷിനെ മേയറാക്കി മാറ്റുകയും ചെയ്തത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ പ്രബല വിഭാഗം തന്നെ ഒരു നീക്കം നടത്തുന്നത്. നിലവിൽ ആർ ശ്രീലേഖയെ അനുനയിപ്പിച്ചത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാം എന്ന ഉള്ള ഓഫർ നൽകിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതുതായി കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ തനിക്ക് എല്ലാ കാലത്തും ഉള്ളതുപോലുള്ള ഒരു രക്തസാക്ഷി പരിവേഷം ആവശ്യമില്ല. മഞ്ചേശ്വരത്തോ ഒപ്പം തന്നെ വയനാട് ഉൾപ്പെടെയുള്ള പാർലമെന്റ് സീറ്റിലൊക്കെ മത്സരിക്കുന്ന ഘട്ടത്തിൽ തോൽവി ഉറപ്പെന്ന് മനസ്സിലാക്കിയായിരുന്നു മത്സരിച്ചത്. പക്ഷേ ഇത്തവണ അത് പറ്റില്ല. മത്സരിക്കണമെങ്കിൽ തൃശൂരോ ഒപ്പം തന്നെ വട്ടിയൂർക്കാവോ വേണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ സുരേന്ദ്രൻ പക്ഷം മുന്നോട്ട് വെക്കുന്നത്. സുരേന്ദ്രന് വട്ടിയൂർക്കാവിലാണ് താല്പര്യമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഈ മണ്ഡലങ്ങളാണ് നഗരസഭാ പരിധിയിൽ വരുന്ന ബിജെപിക്ക് ഏറെ സ്വാധീനമുള്ള, ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിപ്പിക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നേമത്ത് രാജീവ് ചന്ദ്രശേഖരും വട്ടിയൂർക്കാവ് തനിക്ക് നൽകിയാൽ വട്ടിയൂർക്കാവിൽ കെ സുരേന്ദ്രനും ഒപ്പം തന്നെ കഴക്കൂട്ടത്ത് വി മുരളീധരനും മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും സുരേന്ദ്രനെ എങ്ങനെ ഇക്കാര്യത്തിൽ അനുനയിപ്പിച്ച് അതിലൊരു മാറ്റമുണ്ടാക്കും എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതാണ്. എന്തായാലും കോർ കമ്മിറ്റി യോഗത്തിൽ പ്രാഥമികമായ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ചേരുന്ന നേതൃയോഗത്തിലായിരിക്കും ഇക്കാര്യത്തിലുള്ള കൂടുതൽ തീരുമാനങ്ങൾ എന്തായാലും ബിജെപി കൈക്കൊള്ളുക. എന്തായാലും നിലവിലിപ്പോൾ കെ സുരേന്ദ്രൻ തന്നെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അത് വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ തൃശ്ശൂരിലോ സീറ്റ് വേണമെന്നുള്ളതാണ്. നിലവിൽ പാലക്കാടിലേക്ക് കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യം വി മുരളീധരൻ പക്ഷത്തു നിന്ന് തന്നെയൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ അവിടെ പ്രശാന്ത് ശിവൻ, നിലവിലെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ മത്സരിപ്പിക്കണം എന്നുള്ള ആവശ്യം കെ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്ന പേരുകളിൽ മാറ്റം വരുത്തേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനമായും ഉള്ള വിഷയം. ഒപ്പം തന്നെ ശ്രീലേഖയെ ഓഫർ നൽകി അനുനയിപ്പിച്ചെങ്കിലും ആ സീറ്റ് നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ അത് വലിയ പ്രതിസന്ധിയാകും. ശ്രീലേഖ ഏത് തരത്തിൽ തിരുവനന്തപുരം സെൻട്രലിൽ വന്ന് മത്സരിക്കാൻ തയ്യാറാകും എന്നുള്ളതും ബിജെപി സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കീറാ കടമ്പയായി തന്നെ മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏകദേശം പ്രധാന മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ പ്രധാന സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് എത്രയും പെട്ടെന്ന് മുന്നേറാം. ഒപ്പം തന്നെ അമിത്ഷാ എത്തുന്നതോടുകൂടി 12-ാം തീയതിയോടുകൂടി തന്നെ പ്രചാരണത്തിന് തുടക്കമിടാം എന്നുള്ള തീരുമാനമൊക്കെയായിരുന്നു ഇന്നലെ കോർ കമ്മിറ്റി കൈക്കൊണ്ടിരുന്നെങ്കിൽ, പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തരം മുതിർന്ന നേതാക്കൾ തന്നെ തങ്ങൾക്ക് ഇന്ന സീറ്റ് വേണം എന്നുള്ള വാശിയിലേക്ക് കടന്നാൽ അത് ഒരു പ്രതിസന്ധിയായി മാറാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്.